ചേരുന്നുണ്ട്. കേണൽ രാജു മണാളി, താങ്കൾക്ക് കശ്മീരിൽ കാർഗിൽ യുദ്ധ സമയത്തെ സർവീസിന്റെ അനുഭവമുണ്ട്. പാകിസ്ഥാൻ ഇപ്പോൾ ചെയ്യുന്നത്, ഇന്നലെ ചെയ്തത് പൂഞ്ച് രജൌറി സെക്ടറിൽ ചരിത്രത്തിലില്ലാത്തവണ്ണം ശക്തമായ ഷെല്ലിംഗ് നടത്തി. ഇന്ത്യൻ ഗ്രാമീണർക്ക്, സിവിലിയൻസിന്, ഒരു സൈനിക ഉദ്യോഗസ്ഥന് മരണമുണ്ടായി. അതാണ് സംഭവിച്ചിട്ടുള്ളത്. ഇപ്പോഴും ആ ഫയറിംഗ് തുടരുന്നുണ്ട്. പക്ഷേ ഇന്നലത്തെ അത്രയും രൂക്ഷത ഇല്ല. പാകിസ്ഥാന് മേൽ ഇന്ത്യ നടത്തിയിട്ടുള്ള ആക്രമണത്തിന് ഈ അതിർത്തിയിലെ ഈ പ്രകോപനം കൊണ്ട് പാകിസ്ഥാൻ പിന്മാറും, അടങ്ങും എന്ന് തോന്നുന്നുണ്ടോ? തോന്നുന്നില്ല, അങ്ങനെ വരാൻ സാധ്യതയില്ല. പാകിസ്ഥാൻ്റെ എല്ലാ കാലത്തുമുള്ള ഒരു പാറ്റേൺ നോക്കുകയാണെങ്കിൽ ഈ അതിർത്തി പ്രദേശങ്ങളിൽ ഷെല്ലിംഗ്, മോട്ടോർ എല്ലാം നിരന്തരം അവർ ഉപയോഗിച്ചിരുന്നു. സാധാരണഗതിയിൽ അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ആ ഷെല്ലിങ്ങിൻ്റെയൊക്കെ മറവിലാണ് ഭീകരരെ അകത്തേക്ക് കടത്തിവിടാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അത് മൾട്ടിപ്പിൾ പോയിൻറ്റ്സിൽ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരുന്നതാണ്. അതിന് തക്ക മറുപടി ഇന്ത്യ എപ്പോഴും എല്ലാ കാലത്തും കൊടുത്തിരുന്നു. പക്ഷേ ഇപ്പോൾ പൂഞ്ചിൽ നിന്ന് കേൾക്കുന്ന റിപ്പോർട്ട് അനുസരിച്ച് സാധാരണഗതിയിൽ ഉണ്ടാകുന്നതിനേക്കാളും വളരെ കൂടുതലായിട്ടുള്ളൊരു ഷെൽ ആക്രമണമൊക്കെയാണ് അവിടെ കണ്ടതെന്നാണ് പറയുന്നത്. അപ്പോൾ അത് ശരിയാണെങ്കിൽ അവർ ആ ബോർഡർ ഏരിയ മരവിപ്പിക്കാനും അത് ഒരു ശ്രമമാണ് നടക്കുന്നത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഒന്ന് അവരുടെ ഈ അമൃത്സർ തുടങ്ങി നമ്മുടെ പല ഏരിയകളിൽ നടത്തിയ ആക്രമണം ഫലിക്കാതെ പോയതിൻ്റെ ഒരു വിഷമം കൂടെ ഇതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കും. ഇത് അവലോകനം ചെയ്യുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് പാകിസ്ഥാൻ നമ്മുടെ ഒരു തിരിച്ചടിക്ക് തയ്യാറായിരുന്നില്ല. അവർ സാധാരണഗതിയിൽ നമ്മൾ ഒരു മൈൽഡായിട്ട് എടുക്കുന്നത് അത് തുടരുമെന്ന് ഒരുപക്ഷെ പ്രതീക്ഷിച്ചിട്ടുണ്ടാകാം. ശരിയായിട്ടൊരു വാർ ഗെയിമിംഗ് അവർ നടത്തിയിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. എന്നാൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ കഴിഞ്ഞ 15 ദിവസങ്ങൾ കൊണ്ട് ഓരോ സിറ്റുവേഷൻസും, ലൈക്ലി സിറ്റുവേഷൻസ് അസസ് ചെയ്യുകയും അതിന് ഓരോന്നിനും നേരിടാൻ വേണ്ട ഓപ്ഷൻസ് തയ്യാറായിരുന്നു എന്നും വേണം കരുതാൻ. ഇപ്പോൾ നമ്മുടെ മേഖലയിൽ, നമ്മുടെ രാജ്യത്ത് നടത്തിയ ആക്രമണത്തിന് പ്രത്യാക്രമണം വളരെ പെട്ടെന്ന് തന്നെയായിരുന്നു എന്ന് മാത്രമല്ല, ആ ടാർഗറ്റ്സ് എല്ലാം വളരെ ഭംഗിയായിട്ട് കൃത്യമായിട്ട് സെലക്ട് ചെയ്യുകയും ചെയ്തിരുന്നു. അവിടെ എന്ത് ഡാമേജ് ഉണ്ടായെന്നുള്ളൊരു ഡാമേജ് അസസ്മെൻറ്റ് ഇനിയും വരാനിരിക്കുന്നതേ ഉള്ളൂ. നമ്മൾ പല ദൃശ്യങ്ങളും കണ്ടു. പക്ഷേ അതിനേക്കാൾ ഉപരിയായിട്ട് എന്തൊക്കെയാണ് കൃത്യമായിട്ടുള്ളൊരു ഡാമേജ് അസസ്മെൻറ്റ് ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ രണ്ട് കാര്യങ്ങൾ വ്യക്തമാണ്. ഒന്ന്, പാകിസ്ഥാൻ വെറുതെ ഇരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അവരുടെ മെയിൻ ലക്ഷ്യം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റിയെ ഒന്ന് പ്രകോപിപ്പിക്കുക, ആണവയുദ്ധം സാധ്യമാണ് എന്നവർക്ക് ഒരു തോന്നലുണ്ടാക്കുക, അതുവഴി അവരെ കൊണ്ട് ഇടപെടിക്കുക. ഇതൊക്കെ ആയിരിക്കണം അവരുടെ ലക്ഷ്യം. ചൈന തന്നെ ഞങ്ങൾ ഇതിലിടപെടാൻ തയ്യാറാണ്, ഞങ്ങൾ മധ്യസ്ഥതയ്ക്ക് തയ്യാറാണെന്നൊരു വാർത്ത കൂടെ കണ്ടു. ചൈനയാണ് ഒരിക്കലും ഇതിനൊരു മധ്യസ്ഥതയ്ക്ക് വിളിക്കാൻ പാടില്ലാത്തത്. പക്ഷെ അവർ തുറന്നു പറയുകയാണ് ഞങ്ങൾ മധ്യസ്ഥതയ്ക്ക് തയ്യാറാണെന്നുള്ളത്. അപ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ്, അവർ ഇതിലൊരു ഇൻ്റർനാഷണൽ ഇൻ്റർവെൻഷൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല.